Hi friends. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഊട്ടി യാത്രയെ കുറിച്ചാണ് കേട്ടോ. ഊട്ടി യാത്ര മാത്രമല്ല, ഊട്ടിയിലെ നിങ്ങൾ അധികം അൺഎക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്പോട്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഊട്ടി യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിലമ്പൂർ വഴിയുള്ള യാത്രയല്ല, മസിനഗുഡി വഴിയുള്ള ഊട്ടി യാത്രയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുള്ളത്. ആ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അനിമൽ സ്പോട്ടിങ്ങൊക്കെ കിട്ടുന്ന ഒരു റൂട്ടാണ് ഈ മസിനഗുഡി വഴിയുള്ള യാത്ര. അതോടൊപ്പം തന്നെ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അധികം സ്ഥിരമായി പോകുന്ന ബൊട്ടാണിക്കൽ ഗാർഡനും മറ്റ് ഏരിയാസൊന്നും അല്ലാതെ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടിനെ കുറിച്ചാണ് കേട്ടോ. അവലാഞ്ചി എന്നാണ് ഈ സ്പോട്ടിൻ്റെ പേര്. ഇത് ഊട്ടി ടൗണിൽ നിന്ന് ഒരു 20-22 കിലോമീറ്റർ ഉള്ളോട്ട് മാറിയിട്ട് കുഡ്ഷെപ്പേർഡ് സ്കൂളിൻ്റെ സൈഡിലൂടെ പോകുന്ന ഒരു റൂട്ടാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊട്ടിയിലെ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുവിലൂടെ നല്ല അടിപൊളി ഒരു വ്യൂ തന്നെ തരുന്ന ഒരു യാത്രയായിരിക്കും നിങ്ങൾക്ക്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നാൽ മാത്രമേ ഈ സ്പോട്ടിൻ്റെ ഇമ്പോർട്ടൻസും അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമറാൾഡ് ഡാമിൻ്റെ റിസർവോയർ ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റിലുള്ള നല്ല നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഏരിയാസാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. ഞങ്ങൾ 4 മണിയോട് കൂടിയാണ് ഊട്ടി യാത്ര തുടങ്ങിയത് കേട്ടോ. ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ 7 മണിയോട് കൂടിയിട്ട് ഇവിടുത്തെ ടൈഗർ റിസർവ് തുറക്കുള്ളൂ, മുതുമല ടൈഗർ റിസർവ് തുറക്കുള്ളൂ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8:15 ആയി. അത് നേരത്തെ എത്തുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ആനിമൽ സ്പോട്ടിങ് ഉണ്ടാവുക. രാവിലെയൊക്കെയാണല്ലോ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നതൊക്കെ. ഇവിടെ കണ്ടില്ലേ, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് അധികം കാണാൻ പറ്റിയത് ഈ പുള്ളിമാനെയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് അതാണ്. അപ്പോൾ നമ്മുടെ യാത്ര റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ പുള്ളിമാനുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് റോഡൊക്കെ നല്ല അടിപൊളി റോഡായതുകൊണ്ടും നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാടുകൾ, ഇവിടുത്തെ ആ മരങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന സമയമാണല്ലേ. ആ മരങ്ങളൊക്കെ ഇല പൊഴിച്ച് ചിലതിലൊക്കെ പുതിയ പുതിയ തളിരുകളൊക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തരുന്നതാണ്. ഈ ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര ഇപ്പോൾ ഏകദേശം അവസാനിക്കാനായി തുടങ്ങി കേട്ടോ. ഇതിൻ്റെ എൻഡ് പോയിന്റിൽ എത്തിയപ്പോഴും നമുക്ക് ഒരുപാട് അനിമൽ സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, നമ്മളിപ്പോൾ കാണുന്ന ഹനുമാൻ ലങ്കൂർ എന്ന് പറഞ്ഞ കുരങ്ങന്മാരാണ് കേട്ടോ. ഇവിടെ തൊട്ട് ഈ റൂട്ട് മാറി ഇനി നമ്മൾ മസിനഗുഡിയിലേക്ക് തിരിയാണ്. മസിനഗുഡിയിൽ നമുക്ക് ഒരുപാട് അനിമൽ സ്പോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈ മസിനഗുഡിയിലുള്ള റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് നല്ല റോഡാണ്, പക്ഷേ റോഡിൻ്റെ വീതി വളരെ കുറവാണ് കേട്ടോ. ഇങ്ങനെ നാരോ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തുറന്ന് നമ്മൾ ഇനി ഒരു 36 ഹെയർ പിൻ വളവുകൾ കടന്നിട്ടാണ് ഈ ഒരു ഊട്ടിയിലെത്താൻ പോകുന്നത്. ആ കാണുന്ന മലയുടെ മുകളിലാണ് നമ്മുടെ ഊട്ടിയുള്ളത്. രാവിലെ നേരത്തെ തുടങ്ങിയ യാത്രയുണ്ട്, എല്ലാവരും നല്ല ടയർഡായി. ഊട്ടിയിലെത്തി ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന പരിപാടിയാണ്. ഊട്ടിയിലെത്തി പിറ്റേന്ന് രാവിലെ നല്ലൊരു അടിപൊളി സൂര്യോദയമൊക്കെ കണ്ട് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ കൃഷ്ണജാർ റിട്രീറ്റിലാണ് കേട്ടോ താമസിച്ചിരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്, നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് അവലാഞ്ചിക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. രാവിലത്തേതൊക്കെ കഴിഞ്ഞ് അവലാഞ്ചിയിലേക്ക് പോവാണ്. അപ്പോൾ അവലാഞ്ചി ഓപ്പൺ ചെയ്യുന്നത് 9 മണിക്കാണ്. അതുകൊണ്ട് അതിന് മുന്നേ അവിടെ എത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ അവലാഞ്ചിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാലും നല്ല അടിപൊളി റൂട്ടാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയൊക്കെ ഉള്ളൊരു റൂട്ടാണ് കേട്ടോ. അവിടെയൊക്കെ കുറേ പേര് തേയിലയൊക്കെ പറിക്കുന്ന കാണാം നമുക്ക്. അതുപോലെ തന്നെ ഒരുപാട് കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഈ റൂട്ട് പോകുന്നത്. കണ്ടില്ലേ, ഈ റോഡിൻ്റെ 2 സൈഡിലും ഒരു ഭാഗത്ത് നമുക്ക് നല്ല പച്ച കളറിൽ നല്ല ഗ്രീൻ ഫീൽഡ് പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കൃഷിയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പം കൃഷി കഴിഞ്ഞിട്ട് ഉള്ള ആ ഭാഗമാണ് ആ മണ്ണ് കളർ കാണുന്നത്. പിന്നെ അടുത്ത സീസണിൽ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നമുക്ക് ഫുൾ പച്ചപ്പിൽ തന്നെ കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല സ്റ്റൈലുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മെയിൻ സ്പോട്ടായിട്ടുള്ള അവലാഞ്ചി എന്ന് പറയുന്നത് ഊട്ടി ടൗണിൽ നിന്നൊരു 28 കിലോമീറ്ററോളം മാറിയിട്ടാണ് കേട്ടോ ഉള്ളത്. അത് തുറക്കുന്നത് 9 മണിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ താമസിച്ചാലും ആ ഒരു ടൈം കറക്റ്റ് ചെയ്ത് ആ ഒരു സമയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്കത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ.
കാണുന്നതാണ് നമ്മൾ അവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം. ഈ ദൂരെ കാണുന്നത് എന്ന് പറയുന്നത് എമറാൾഡ് ഡാമിൻ്റെ റിസർവോയറാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ കുറച്ചൊന്നും മാറിയില്ല, നല്ല സ്റ്റൈലൊന്നും മാറിയിട്ടുണ്ട്. നമ്മൾ നല്ല എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടുള്ളൊരു യാത്രയാണ് കേട്ടോ. ആ ഒരു രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് നല്ല ഇടനൂർന്ന വനമാണുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടുള്ള നല്ല ഒരു മോയിസ്റ്റ് ഫീലുള്ളൊരു യാത്ര. നല്ല രസമുണ്ടല്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ വന്നാൽ നമുക്കൊന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അവലാഞ്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അലോ ചെയ്യുന്ന വണ്ടിയിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യകാലത്ത് ഈ വണ്ടിയിലായിരുന്നു എല്ലാവരെയും കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഇല്ല. പകരം ഈ ഒരു 4 വീൽ ഡ്രൈവിലാണ് നമ്മളിവിടുന്ന് പോകുന്നത്. ഇതിൻ്റെ അടുത്തായിട്ടൊരു പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു 4 വീൽ ഡ്രൈവ് പോവാണ്. ഇവിടുന്ന് ഒരു വണ്ടി എടുത്ത് കാട്ടിനുള്ളിലേക്കാണ് ഇനിയുള്ള യാത്ര. അപ്പോൾ ആ യാത്ര എന്ന് പറഞ്ഞാൽ ആ വണ്ടിക്ക് 1500 രൂപയാണ് ഫീ വരുന്നത്. അത് 8 പേർക്ക് വരെ ഒരു വണ്ടിയിൽ പോവാം. ഏകദേശം 1.5 മണിക്കൂറോളം നമുക്ക് ഈ ഒരു കാട്ടിൽ കൂടെ പോകാൻ കേട്ടോ. ഏകദേശം 20 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അനിമൽ സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടാവുക, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഈ യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താനായിട്ടോ. ഫോറസ്റ്റിലേക്കുള്ള എൻട്രിയാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റിന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും ആ ഫോറസ്റ്റ് അതേപോലെ തന്നെ നല്ല തിക്ക് ഫോറസ്റ്റ്, നേരത്തെ കണ്ടതുപോലെയല്ല, എന്നാലും ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു ഇൻഫ്ലോറസൻസിൻ്റെ ഷേപ്പിലുള്ള ഒരു മല കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് എത്തുന്നതാണ് ഇവർ പറയുന്നത്. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, ആ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഫീലുണ്ട്. ഈ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു മല കാണുന്നുണ്ട്. ആ മലയുടെ കുറച്ചും കൂടെ നല്ല വ്യൂ കുറച്ചപ്പുറത്ത് നമുക്ക് കാണാം. ഇവിടെ കണ്ടില്ല നിങ്ങൾ, റോഡൊക്കെ നല്ല മഡ് റോഡായി. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് 2019 നടന്നൊരു ലാൻഡ് സ്ലൈഡിൻ്റെ ഫലമായിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയായി മാറിയത്. അതുവരെ ഇവിടെ ബസ്സിലായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ബസ്സിലായിരുന്നു ആൾക്കാരെ കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ആ മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഫോറസ്റ്റും മരങ്ങളും ഒക്കെ കൂടി നമുക്കൊരു ആ കോളിഫ്ലവറിൻ്റെ മുകൾ ഭാഗമില്ലേ, അതുപോലെ നമുക്കൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. അപ്പോൾ കണ്ടില്ലേ, താഴോട്ടേക്ക് കൊക്ക പോലെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റ്. നല്ല അടിപൊളിയായിട്ടില്ലേ. കോളിഫ്ലവർ പോലെയല്ലേ ഇതിൻ്റെ ആ കോളിഫ്ലവർ, നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ആ ഒരു ഭാഗം പോലെയല്ലേ ഇവിടുത്തെ കാടുകളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ. ഈ ഒരു വ്യൂ പോയിന്റ് കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ തിരിച്ച് പോകുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആണ് ഈ ഒരു ടൈം ആയതുകൊണ്ട്. മഴക്കാലത്താണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളിനി തിരിച്ച് പോകുന്നത് വന്ന റൂട്ടിലല്ല, അതിൻ്റെ താഴെ കൂടെയുള്ള റൂട്ടിലാണ് നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നത്. അവിടെയും ഈ ഒരു കാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പോയിന്റിലാണ്. ഇവിടുന്ന് ഇനി ഒരു വാട്ടർഫോൾസ് കാണാനാട്ടോ നമ്മൾ പോകുന്നത്. ഇതും കാട് തന്നെയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ. ഇപ്പം നമ്മൾ കാണുന്നത് ശരിക്കും ആ ഒരു റിസർവോയർ ആണ് കേട്ടോ. റിസർവോയർ നമുക്ക് ദൂരെ ആ വാട്ടർഫോൾസ് കാണാം. ഇപ്പം ഡ്രൈ സീസൺ ആയതുകൊണ്ട് വെള്ളം കുറവാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ കൂടെ നടന്ന് ആ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോവാം. അല്ലെങ്കിൽ വെള്ളമുള്ള സമയമാണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് നിന്നിട്ട് ഉള്ള ആ ദൂര കാഴ്ച മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ല, നമ്മൾ അതിലേ നടന്നിട്ടാണ് അങ്ങോട്ടേക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകുന്നത്.
അങ്ങനെ തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തി. അവിടെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് കൂടെ നമ്മൾ കവർ ചെയ്ത് തൊട്ട് താഴത്തെ ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെയും നമുക്ക് കാണാം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ അവിടെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയ ആണ് കേട്ടോ. നല്ല മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ അവലാഞ്ചി? അടിപൊളി സ്പോട്ടല്ലേ? അടുത്ത പ്രാവശ്യം നിങ്ങളൊരു റിലീഫിന് വേണ്ടി ഊട്ടി പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടുത്തെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു ഫീലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്ത് വരിക. പിന്നെ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്, ചാനൽ പലരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ അടിപൊളി ഡെസ്റ്റിനേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കൂടുതൽ അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെയും ബൈ.